അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് വാട്സപ്പിനകത്തുള്ള 3 കിടിലൻ ട്രിക്സുകളെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ ഇത് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാട്സപ്പിൽ വാട്സപ്പ് ആനിമേഷൻ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ല ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളൊരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ജിഫ് ഫോർമാറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നിങ്ങൾ വീണ്ടും വെബ് എന്നുള്ള ഫോർമാറ്റിലാക്കിയിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റിക്കറിൻ്റെ ആ ഒരു നെയിം മാറ്റിയിട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ആനിമേഷൻ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ വാട്സപ്പ് ആനിമേഷൻ സ്റ്റിക്കേഴ്സ് എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോർ പോയിട്ട് സെർച്ച് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ പാക്ക് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊരു പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നെയിമൊക്കെ കൊടുക്കാൻ പറയും. അത് ഏതെങ്കിലും നെയിമൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പാക്ക് സേവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം അവിടെ ഒരു താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ക്രിയേറ്റ് ന്യൂ വീഡിയോ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന് ട്രിമ്മൊക്കെ ചെയ്യാൻ പറയും. ആ ട്രിം ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്. അത് നിങ്ങളിപ്പോൾ ഇതുപോലൊരു വീഡിയോ ആണ്, അതായത് നിങ്ങളുടെ മുഖം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സേവ് എന്ന് കാണാം. ആ സേവ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു പാക്കിനകത്ത് ആ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ആഡ് ടു വാട്സപ്പ് എന്നാണ്. ആ ഒരു സംഭവം ക്ലിക്ക് കൊടുത്താൽ വാട്സപ്പിനകത്ത് ആ ഒരു ആനിമേഷൻ സ്റ്റിക്കേഴ്സ് ആഡ് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഒരു ആനിമേഷൻ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങളുടെ വാട്സപ്പ് ആനിമേഷൻ സ്റ്റിക്കേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു പുതുതായിട്ടൊരു ആനിമേഷൻ സ്റ്റിക്കറിൻ്റെ ആ ഒരു സംഭവം വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ സ്റ്റിക്കർ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ സ്റ്റിക്കേഴ്സ് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു വാട്സപ്പ് ആനിമേഷൻ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് ഒരു ട്രിക്കല്ല, ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബീറ്റാ വേർഷനിൽ വാട്സപ്പിൻ്റെ ബീറ്റാ വേർഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബീറ്റാ വേർഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വരുമായിരിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ വാട്സപ്പിൽ കേൾക്കുന്ന ഓഡിയോസിനൊക്കെ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു ഓഡിയോ പെട്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേ ചെയ്യുന്ന അവിടെ ഒരു 1x എന്നൊരു പുതിയൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് 1.5x തന്നെ കാണാം. അതായത് സ്പീഡ് കൂടിയിട്ടാണ് 1.5xൽ നിങ്ങൾക്ക് ഓഡിയോ സ്പീഡ് ആവുന്നതാണ്. അതിന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ 2x കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്നൊക്കെ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടുന്ന ട്രിക്കാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ വലിയൊരു ഓഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ബീറ്റാ വേർഷനിലുള്ളത്, ഒഫീഷ്യലായിട്ട് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മൂന്നാമത്തെ ട്രിക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെയും അവസാനത്തെയും ട്രിക്ക് എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വാട്സപ്പിനകത്തുള്ള മെസ്സേജൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാമിൻ്റെ ട്രിക്സിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞത് ടെലിഗ്രാമിൻ്റെ ട്രിക്കാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വാട്സപ്പിൻ്റെ ട്രിക്സ് ഇത് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് ഇതൊരു ഉപകാരമായിരിക്കും. അതായത് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ഇപ്പോൾ ഒരു പ്രൈവസി പോളിസി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വാട്സപ്പിൽ നിന്ന് കുറേ ആൾക്കാർ സിഗ്നലിലേക്ക് പോയി, അതുപോലെ തന്നെ ടെലിഗ്രാമിലേക്ക് പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് പ്രൈവസി പോളിസി കുറച്ചും കൂടി നീക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വാട്സപ്പ്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഇപ്പോൾ ഏകദേശം ആവാറായി, മെയ് 15-ാം തീയതി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ മെയ് 15-ാം തീയതി മെയ് 15-ാം തീയതി എന്നാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല എന്നൊക്കെ വീഡിയോസ് യൂട്യൂബിലുണ്ടാവും. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ട, പ്രൈവസി പോളിസി ഞാൻ അഗ്രി കൊടുക്കില്ല, എനിക്ക് വാട്സപ്പ് വേണ്ട, എനിക്ക് ടെലിഗ്രാമിലേക്ക് ഞാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജൊക്കെ ടെലിഗ്രാമിലേക്ക് മാറ്റാനുള്ളൊരു ട്രിക്കും കൂടിയായിരിക്കും ഇത്. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജൊക്കെ ടെലിഗ്രാമിലേക്ക് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോയാലും, നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് പോയാലും ആ ഒരു മെസ്സേജൊക്കെ ടെലിഗ്രാമിൽ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ടെലിഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്താലും അല്ലെങ്കിൽ
എന്ത് പറ്റിയാലും വയലൻസിന് ടെലിഗ്രാം പോയാലും അങ്ങനെ എന്ത് ചെയ്താലും ടെലിഗ്രാമിൽ അവിടെ തന്നെ ആ ഒരു മെസ്സേജ് അവിടെ തന്നെ ഉണ്ടാകും. കാരണം വെച്ചാൽ അത് ക്ലൗഡിൽ അവർ സേവ് ചെയ്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഡിലീറ്റ് ആയി പോയാലും അത് ടെലിഗ്രാമിൽ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ സംഭവം സിമ്പിളാണ്. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഏതെങ്കിലും കോൺടാക്റ്റ് എടുക്കാം. ഏതെങ്കിലും കോൺടാക്റ്റ് എടുത്തതിന് ശേഷം ആ ഒരു കോൺടാക്റ്റിലെ നമ്പറാണ് നമ്മൾ ടെലിഗ്രാമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് എടുക്കാം. ആ കോൺടാക്ട് എടുത്തതിന് ശേഷം മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചാറ്റ് എന്ന് കാണാം. ആ എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സ്പോർട്ട് ചാറ്റ് ക്ലിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സംഭവം വരുന്നുണ്ട്. അത് ഇൻക്ലൂഡ് മീഡിയ എന്നും വിത്തൗട്ട് മീഡിയ എന്നും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ വിത്തൗട്ട് മീഡിയ എന്നുണ്ടെങ്കിൽ ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതിലെ മെസ്സേജ് മാത്രമേ അതിൽ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിൽ ടെലിഗ്രാം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്താൽ ടെലിഗ്രാമിലേക്ക് പോകും. അതിൽ നിങ്ങൾക്ക് ഏതൊരു കോൺടാക്റ്റിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് എനിക്കിപ്പോൾ വാട്സപ്പിലുള്ള ആ ഒരു കോൺടാക്റ്റ് തന്നെയാണ് ടെലിഗ്രാമിലുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്ട്സിന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ടെലിഗ്രാമിലുള്ള ആ ഒരു കോൺടാക്റ്റിലേക്ക് ആ ഒരു മെസ്സേജൊക്കെ അവിടെ വരുന്നതായിരിക്കും. നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. അതായത് ആ ഒരു മെസ്സേജ് ഇമ്പോർട്ട് ചെയ്താണ് ഒരു ചെറിയ സംഭവം അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിത്തൗട്ട് മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോൻ്റെ ആ ഒരു ഭാഗത്ത് ഇവിടെ മീഡിയ ഒമിറ്റഡ് അങ്ങനത്തെ ഒരു സംഭവമായിട്ടേക്കും കാണാൻ കഴിയാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് നിങ്ങൾക്ക് ടെലിഗ്രാമിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോൺടാക്ട്സ്, അതായത് നിങ്ങളിപ്പോൾ ഒരാൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പിലെ മെസ്സേജൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടെലിഗ്രാമിൻ്റെ ടിപ്സ് ആൻഡ് ടിക്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഒരുപാട് ടിപ്സ് ആൻഡ് ടിക്സ് ഉണ്ട്. വാട്സപ്പിനെക്കാട്ടൊക്കെ വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാം യൂസ് ചെയ്യാൻ കഴിയും. ടെലിഗ്രാമിലേക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ കഴിയും, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ ടെലിഗ്രാമിൻ്റെ ഒരു 10 കിട്ടുന്ന ടെക്സ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ടാബിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. സോ ഇന്നത്തെ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.